എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന VFA പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളുടെ റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആരാണ്? ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ സി, ഡി ഉദയകുമാർ. ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത്. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. ചിഹ്നമുള്ള 5ാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ. ദേവനാഗരി ലിപിയിലെ ര എന്ന അക്ഷരവും ലാറ്റിൻ ലിപിയിലെ ആർ എന്ന അക്ഷരവും ചേർന്ന സംയുക്ത രൂപമാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം. ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നമുള്ള നാണയങ്ങൾ പുറത്തിറങ്ങിയത് 2011 ജൂലൈ 8-നാണ്. കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 2013 ഒക്ടോബർ 22-ന് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 21ാം ന്യൂക്ലിയർ റിയാക്ടറാണ് കൂടംകുളം ആണവ നിലയം. കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് സഹായിച്ച രാജ്യം റഷ്യയാണ്. 1000 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റാണ് കൂടംകുളം ആണവ നിലയം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബാക്ടീരിയ. ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. എലിപ്പനിയെ വീൽസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പിംഗളി വെങ്കയ്യ. പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഇന്ത്യൻ പതാകയ്ക്ക് പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ആൻസർ ഓപ്ഷൻ ബി, കന്യാകുമാരി. കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പാകിസ്ഥാൻ. പാകിസ്ഥാനാണ് പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ആൻസർ ഓപ്ഷൻ ഡി, വിന്ധ്യാപർവ്വതം. വിന്ധ്യാപർവ്വതമാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ആൻസർ ഓപ്ഷൻ ഡി, ഗംഗ. ഗംഗയാണ് ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഏതു ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്? ഏതു ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ അച്ചടി പത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ജിം കോർബറ്റ്. ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1919 ഏപ്രിൽ 13.
1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ, ചൈന. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, നവംബർ 26. നവംബർ 26-നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതിയെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതിയെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതിയെന്ന് പ്രഖ്യാപിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി ആരാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. ആൻസർ ഓപ്ഷൻ ബി, വക്കം അബ്ദുൾ ഖാദർ. വക്കം അബ്ദുൾ ഖാദറാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി. ആൻസർ ഓപ്ഷൻ ഡി, ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്കാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമെന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനമെന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയനായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, VP മേനോൻ. VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമെന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി. ആൻസർ ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗഗൻയാൻ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വില്യം ലോഗൻ കമ്മിറ്റി. വില്യം ലോഗൻ കമ്മിറ്റിയാണ് മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിരേഖ ഏതാണ്? ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിരേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിരേഖ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ, ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, KM ഷാജി. KM ഷാജിയാണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ, മംഗളവനം. മംഗളവനമാണ്
കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ആഡം സ്മിത്ത്. ആഡം സ്മിത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കരൾ. കരളാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം. മലമ്പനിക്ക് കാരണമായ രോഗകാരി. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആൻസർ ഓപ്ഷൻ സി, ജൂൺ 7. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, തൃശൂർ. തൃശൂരാണ് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. തൃപ്പടിദാനം നടന്ന വർഷം ഏതാണ്? തൃപ്പടിദാനം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1750 ജനുവരി 3. 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അതുലൻ. അതുലനാണ് ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ ശീതജലപ്രവാഹം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശീതജലപ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പെറു പ്രവാഹം. പെറു പ്രവാഹമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശീതജല പ്രവാഹം. ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഹർമാറ്റൻ. ഹർമാറ്റനാണ് ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം. ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചന്ദ്രഗുപ്ത് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി, കാർഷികോൽപാദനത്തിലെ സ്പന്ദന അവസ്ഥ. കാർഷികോൽപാദനത്തിലെ സ്പന്ദന അവസ്ഥയാണ് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ബാങ്കുകളുടെ ലയനം. ബാങ്കുകളുടെ ലയനമാണ് പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അനുച്ഛേദം 243 ക്ലോസ് എച്ച്. അനുച്ഛേദം 243 ക്ലോസ് എച്ച് ആണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം.
വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ ആണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ. വിങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? വിങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഈസിനോഫിൽ. ഈസിനോഫിലാണ് വിങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. ഡോക്ടർ വില്യം ജോഹാൻ കോഫാണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സെറിബ്രം. സെറിബ്രമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1992. 1992 ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരിയല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എബോള. എബോളയാണ് താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരി അല്ലാത്തത്. ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവപ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവപ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഭാരത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ കൂടുന്നു. ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവപ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഭാരം കൂടുന്നു.